നമസ്കാരം. മസ്ക് പോർഷൻ സ്പെഷ്യൽ സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് അലൈനിലാണ്. പെരിന്തൽമണ്ണ സ്വദേശിയായ ശ്രീ മുഹമ്മദ് ഷഫീഖ്, അദ്ദേഹത്തെ പരിചയപ്പെടാനാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ ഒരു മസ്ക് പോർഷൻ എന്ന് പറഞ്ഞ ഷോപ്പ് എപ്പോഴാണ് തുടക്കമിടുന്നത്? 2022 അവസാനത്തിലാണ് ഷോപ്പ് തുടങ്ങുന്നത്. ഷോപ്പല്ല, നമ്മുടെ എല്ലാവരെയും തുടക്കം പറയും പോലെ തന്നെ ചെറിയ അത്തറുകൾ പിന്നെ കീസിലാക്കി ഇങ്ങനെ തൂക്കി നടന്ന് അങ്ങനെയാണ് നമ്മളെ സ്റ്റാർട്ടിങ് ഇതിലേക്ക് വരുന്നത്. പിന്നെ അൽഹംദുലില്ലാ നമ്മൾ ഓൺലൈനിൽ നമ്മൾ പിന്നെ കച്ചവടം തുടങ്ങി, ഒരുപാട് കസ്റ്റമർ നമുക്കായി. അങ്ങനെ പിന്നെ ഏകദേശം നമ്മൾ 2024 ഷോപ്പ് ഓപ്പൺ ആക്കുന്നത്. നാച്ചുറൽ സ്റ്റോൺസ്, അതുപോലെ തന്നെ സിന്തറ്റിക് സ്റ്റോൺസ്, ഒരുപാട് ഐറ്റംസ്, യൂസ്ഡ് ലക്ഷറി വാച്ചസ്. മസ്ക് പോർഷൻ്റെ ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സ്പെഷ്യലായിട്ടുള്ള പല സ്റ്റോണുകളുണ്ട്. ഇത് ഓരോന്നിനും സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ, ഈ കല്ലുകൾ ധരിക്കുന്നത്. അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് പറയാം. അതെ, നമ്മളെ പ്രധാനമായെന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ഓർണമെൻറ്റ്സ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതും നമ്മൾ ചെയ്യുന്നതും. കസ്റ്റമൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഓരോ ആളുകൾക്ക് പറ്റിയ സ്റ്റോണുകൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എല്ലാ ആളുകൾക്കും എല്ലാ സ്റ്റോണുകളും ഒറിജിനൽ സ്റ്റോൺ ആണെങ്കിലും ഉപയോഗിക്കാൻ പറ്റില്ല. കോമൺ ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റോണുണ്ട്, പറ്റാത്ത സ്റ്റോണുണ്ട്. അപ്പോൾ അത് നമ്മൾ 3 രൂപത്തിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ഓരോ മതക്കാർക്കും ഓരോ രൂപത്തിലാണ് പിന്നെ നോട്ട വരുന്നത്. ഇപ്പോൾ ഹിന്ദുസിനാണെങ്കിൽ നമ്മൾ അവരെ നാൾ വെച്ചിട്ട് സ്റ്റോണ് ചെയ്ത് കൊടുക്കും. അതുപോലെ മുസ്ലിംസിന് അബുജദ് എന്ന് പറയും, അവരെ പേരിൻ്റെ അറബി അക്ഷരങ്ങൾ ഉള്ളൊരു കണക്കാണ്. പേരും ഉമ്മാൻ്റെ പേരൊക്കെ വെച്ചിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ ക്രിസ്ത്യൻസിനാണെങ്കിൽ അവരെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് നമ്മൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രൂപത്തിലാണ് അതെ സ്പെഷ്യൽ സ്റ്റോണ്. അതങ്ങനെ ഒറ്റയ്ക്ക് നമുക്ക് ഏകദേശം ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമോ എന്ന് പറയാൻ പറ്റാത്ത രൂപത്തിൽ വിശാലമാണ് സ്റ്റോണിൻ്റെ കാര്യങ്ങൾ. ചുരുക്കി പറയുകയാണെങ്കിൽ ഓരോ സ്റ്റോണിനും ഓരോ ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, ടർക്കോയ്സ് എന്ന് പറഞ്ഞ സ്റ്റോൺ ഉണ്ട്. ടർക്കോയ്സ് ഫൈറൂസജ് എന്ന് മലയാളത്തിൽ പറയും. അതിൻ്റെ പ്രത്യേകതയാണ് കണ്ണേറ് ബാധിക്കാതിരിക്കാൻ അത് ഗ്രന്ഥങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ ദാരിദ്ര്യം വരില്ല എന്ന് കാണുന്നുണ്ട്. അതുപോലെ ഒരു വിജയം, മുന്നേറ്റം, സഹായം ഒക്കെ ഒരു ബർക്കത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊരു അപ്രതീക്ഷിതമായ മുന്നേറ്റങ്ങൾ ഉണ്ടാകാനൊക്കെ ആ സ്റ്റോൺ ധരിച്ചാൽ പറയണ്ട. ഒരു ഉദാഹരണം പറയട്ടോ, അങ്ങനെ 100 കണക്കിന് സ്റ്റോണുകളുണ്ട്. ഇപ്പോൾ റൂബി സ്റ്റോൺ ആണെങ്കിൽ കച്ചവടക്കാർക്ക് നല്ല മുന്നേറ്റം ഉണ്ടാവും. മാണിക്യം എന്ന് പറയും, യാക്കൂത്തൊക്കെ, അറബിലി യാക്കൂത്ത് എന്ന് പറയും. അങ്ങനെ ഓരോ സ്റ്റോണുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അറിയാമെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ പേജ് ഫോളോ ചെയ്ത് നമ്മൾ വാട്സപ്പിൽ വന്നാൽ മതി. കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. നമ്മളെ ഈ രൂപത്തിൽ വളർത്തിയത് മുഴുവനും ആളുകൾ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു മൗത്ത് പബ്ലിസിറ്റി അത്ര ആളുകൾ നമ്മളെ കസ്റ്റമർ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും അൽഹംദുലില്ലാ നല്ല രൂപത്തിൽ നമ്മൾ സന്തോഷത്തോടെ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു ന്യൂനത എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ക്ഷമ ചോദിക്കുകയാണ്. നമുക്ക് കറക്റ്റ് റീപ്ലൈ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഓൾറെഡി 3 വാട്സപ്പിൽ ഞാനും 2 സ്റ്റാഫുകളും റീപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം നിങ്ങൾക്കറിയാം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഷോപ്പിൽ ഒരുപാട് ആളുകൾ വരും. അപ്പോൾ ഈ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസം നമ്മൾ അധികവും വാട്സപ്പിലിരിക്കുക. അപ്പോഴേക്കും ഒരുപാട് പെൻഡിങ് ആയിട്ടുണ്ടാവും. അപ്പോൾ 24 മണിക്കൂർ ഒരാൾക്ക് വാട്സപ്പിലിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചില മെസ്സേജുകൾ ഇതാവും. പിന്നെ അത്യാവശ്യം ആളുകൾ തിരക്കുള്ള ആളുകൾ, യു എന്നൊക്കെയുള്ള ആളുകൾ ഷോപ്പിൽ നേരിട്ട് വരും. പരമാവധി യു എയിലുള്ള ആളുകളോട് പറയാനുള്ളത് നേരിട്ട് വരികയാണ് നല്ലത്. സ്റ്റോണിൻ്റെ വലിപ്പം, സൈസും കാര്യമൊക്കെ നോക്കിയെടുക്കാം. ഞാൻ ധരിച്ച ഈ സ്റ്റോണ്, ഈ റിങ്, ഇത് 8 മണിക്കൂറിൻ്റെ വർക്കാണ്. ഒരാളെ 8 മണിക്കൂറിൻ്റെ അധ്വാനമാണ് റിങ്. അപ്പോൾ മാക്സിമം ചിലപ്പോൾ സിമ്പിൾ മോഡലൊക്കെ ഒരു ദിവസം 2 ഉണ്ടാക്കും. പ്രയാസപ്പെടുന്ന മോഡലൊക്കെ ആണെങ്കിൽ ഒരു ദിവസം 1 അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് ഒരു റിങ് വരെ ഉണ്ടാക്കുന്ന മോഡലുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ടൈം എഴുതുന്നത്. ഒരുപാട് ആളുകൾ ഇപ്പോൾ 20-25 ദിവസമൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആകുന്ന ആളുകൾ ചോദിക്കാറുണ്ട്. അതാണ് അതിൻ്റെ ഒരു കാരണം. ഇപ്പോൾ നാച്ചുറൽ സ്റ്റോൺസ് അതെല്ലാം 100% ഒറിജിനൽ സ്റ്റോൺസ് തന്നെയാണോ? ഏറ്റവും വലിയ ഇത് ഒന്നാമത് നമ്മളെ മതപരമായിട്ട് ആരെയും വഞ്ചിക്കരുത് എന്നുള്ള ഒരു ഇതും കൂടെ ഉണ്ട്. രണ്ടാമത് ഈ നാടിൻ്റെ നിയമങ്ങൾ. അപ്പോൾ നമ്മൾ ഒറിജിനലാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ഒറിജിനലായിരിക്കും, ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റാണെന്ന് പറഞ്ഞു. രണ്ടും നമ്മൾ എടുത്തുണ്ട്. ഡ്യൂപ്ലിക്കേറ്റിന് വില കുറവാണ്, ഒറിജിനലിന് വില കൂടുതൽ. അപ്പോൾ ഏകദേശം ഡയമണ്ടൊക്കെ 3000 ദിർഹംസ് മുതൽ എമറാൾഡ് പോലെ 2000 അല്ലെങ്കിൽ 10000, 8000, 6000 പല ദിർഹംസ് റേഞ്ചിൽ ഗ്രാം പ്രൈസിൽ അല്ലെങ്കിൽ ക്യാരറ്റ് പ്രൈസിലുള്ള സ്റ്റോണുകളുണ്ട്, വില കൂടിയ സ്റ്റോണുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നമ്മളെടുത്ത് ചെക്ക് ചെയ്യുന്ന മെഷീനുണ്ട്, നമ്മൾ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തും. മസ്ക് പോർഷന് ഇപ്പോൾ അലൈനിലാണ് ബ്രാഞ്ച് ഉള്ളത്. ഇനി ഫ്യൂച്ചറായിട്ട് എന്തൊക്കെയാണ്? ഫ്യൂച്ചർ ഇൻഷാ അല്ലാഹ് നമ്മൾ ദുബായിൽ വൈകാതെ തന്നെ നമ്മുടെ ബ്രാഞ്ച് വരും. പിന്നെ GCC ആണ് നമ്മൾ മെയിനായിട്ട് നമ്മളെ കസ്റ്റമർ ഉള്ളത്. എല്ലാ GCC നമ്മൾ തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. ഇപ്പോൾ സൗദി, അതുപോലെ ഒമാൻ, UAE നല്ല രൂപത്തിൽ ഡെലിവറി നടക്കുന്നു. സൗദിയിൽ മക്കയും മദീനയും മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. സൗദി കുറച്ച് വലിയ രാജ്യമല്ലേ.
പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട സംഭവമാണ് റാഡോ പോലെ ലക്ഷറി വാച്ചുകൾ. ഇപ്പോൾ ഈ മാസം തന്നെ നമ്മൾ റോളക്സ് വാച്ച് ഏകദേശം 1.5 ലക്ഷം ദിർഹംസിൻ്റെ 50,000 ദിർഹംസിന് അടുത്തുള്ള ഒരു സെയിൽ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഉപയോഗിച്ച പീസായിരിക്കും, അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത വിശ്വാസത്തോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് ലക്ഷറി വാച്ചുകൾ നമ്മുടെ ഷോപ്പിൽ കിട്ടും. അതുപോലെ ബ്രാൻഡ് പെർഫ്യൂം ഐറ്റംസ് ഒക്കെ. അതായത് നമുക്കിപ്പോൾ മസ്ക് പോർഷനിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു കോൺടാക്ട് ചെയ്യുന്നത്? സോഷ്യൽ മീഡിയ ആണല്ലോ. സോഷ്യൽ മീഡിയയിൽ നമ്മുടെ നമ്പറാണ്, പിന്നെ വെബ്സൈറ്റ് ഉണ്ട്, നമ്മുടെ പേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ UAE അതുപോലെ ഒമാന് പ്രോപ്പർ ഡെലിവറി ഉണ്ട്. പിന്നെ ഗോൾഡും സിൽവറും നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത് പോലെ രാജ്യം കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ അവരാരുടെയും ബന്ധുക്കൾ UAE ഉണ്ടെങ്കിൽ അവർ മുഖേന നമ്മൾ പ്രൊഡക്റ്റ് കളക്ട് ചെയ്യുന്നുണ്ട്.